ഹലോ. ഹലോ, ആരാ? ലൂക്കാച്ചാ? ലൂക്കാച്ചാ? മച്ചാനെ സെറ്റല്ലേ? പൊളിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് പോന്നു മാൻ. എനിക്ക് പട്ടിണി എടുക്കാൻ വയ്യ. എനിക്ക് സഹിക്കണില്ല അവിടെ. മേരി ക്രിസ്മസ് ആൻ. ലൂക്കാച്ചൻ തടിയനായിരിക്കാൻ തന്നെ തീരുമാനിച്ചോ? അവരുടെ മെത്തേഡ്സ് ഒക്കെ ഭയങ്കര അൺഹെൽത്തിയാണ്. അൺഹെൽത്തി? ലൂക്കാച്ചനാണോ ഹെൽത്തിനെ പറ്റി സംസാരിക്കുന്നത്? ഹാവ് യു സീൻ യുവർസെൽഫ് ഇൻ ദ മിറർ? നീയല്ലേ പറഞ്ഞത് ഞാൻ സൂപ്പർമാൻ, സൂപ്പർ ഹീറോ എന്നൊക്കെ? പിന്നെ ഫിസിക്കൽ അപ്പിയറൻസിൽ എന്തിരിക്കണം? വി ലവ് ഈച്ച് അതർ. ദാറ്റ്സ് വാട്ട്സ് ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? എക്സ്ക്യൂസ് മീ, what did you say? We love each other? ലൂക്കച്ച, കുറച്ച് നാൾ കൂടെ നടന്ന അത് പ്രേമാന്ന് വിചാരിക്കരുത്. That's cheap middle class mentality. And any problem? ലൂക്കച്ച, പിന്നെ സംസാരിക്കാം. ഇപ്പൊ പോ പ്ലീസ്. ലൂക്ക്, നീ എന്താ ഇവിടെ? ഇവനെന്താ ഇവിടെ? ലൂക്ക കോഴ്സ് നിർത്തി പോന്നു. ഓ, ആൻ ഇവനെന്താ ഇവിടെ? ലൂക്ക്, വാ, ഞാൻ പറയാം. രാഹുൽ, വിത്ത് മീ, ഞാൻ പറയാം. രാഹുൽ, നീ കയറി പോയിക്കോ. അയൽ മാനേജേഴ്സ്. ഞാനവിടെ ക്രിസ്മസ് ഡിന്നറിന് വന്ന ആൻ മേരി താടിക്കാരൻ വൈദ്യസ് ക്ലിനിക്കിൻ്റെ മാർക്കറ്റിംഗ് ഹെഡാണ്. എൻ്റെ എംപ്ലോയി. അല്ലാതെ അവൾക്ക് നിന്നോട് പ്രേമൊന്നുമില്ല. ഈ മാസം അവളെ ജോയിൻ ചെയ്യിപ്പിച്ച രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ആള് മാത്രമാണ് നീ. That's my Tibetan Nench Punch. നീ പൊറോട്ടോട് കാണിക്കുന്ന ആർത്തി അവളോട് കാണിക്കണ്ട. ആൻ മേരി എൻ്റെ പെണ്ണ. സ്റ്റേ അവേ ഫ്രം her. ഡാ തടിയാ, നീ എന്താണെന്നറിയോ? വെറും തീട്ടുണ്ടാക്കണ മെഷീൻ. ശ്വാസം കിട്ടാറാകുമ്പോൾ എഴുന്നേറ്റ് പൊക്കോണം.
അന്ന് രാത്രി അവൻ തീരുമാനിച്ചു ഇനി ഒരിക്കലും ക്രിസ്മസ് പാപ്പയാവില്ലെന്ന്. ലൂക്കാച്ചന് ലോകം മുഴുവൻ തനിക്ക് എതിരായതുപോലെ തോന്നി. ഹലോ. ഹലോ ലൂക്ക് ജോൺ പ്രകാശ് അല്ലേ? അതെ. ഇത് പബ്ലിക് ലൈബ്രറിയിൽ നിന്നാണേ. പിന്നീട് നിങ്ങൾ ഇവിടെ നിന്ന് ഒരു പുസ്തകം ബാല്യകാല സഖി തിരിച്ച് തരേണ്ട സമയമായി കേട്ടോ. ലാസ്റ്റ് ഡേറ്റ് ആയി. നാളെയാണ്, അല്ലെങ്കിൽ മറ്റേ ഫൈൻ അടക്കേണ്ടി വരും കേട്ടോ. അവനെ തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ എൻ്റെ വഴിക്കും ശ്രമിച്ചു. ഒരു പെണ്ണിട്ടിട്ട് പോയെന്ന് പറഞ്ഞ ഇങ്ങനെയാണാ? ഇത് നിന്റെ പെഹലാപ്പിയാറല്ലേ? ഇതിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കണം. അല്ലാണ്ട് ഒരുമാതിരി മറന്നു വെച്ച് ചരിത്രം നഷ്ടപ്പെട്ട പെണ്ണിനെ പോലെ. അയ്യേ, സത്യം പറയാലോ, എനിക്ക് ആദ്യമേ അവളെ കണ്ടപ്പോൾ മിസ്റ്റേക്ക് അടിച്ചാണ്. പിന്നെ നിന്റെ സീൻ സെറ്റ് ആവട്ടെ എന്ന് വിചാരിച്ച് അതിലിടപെടാൻ ഞാൻ. മച്ചാനെ, അവൾ പോണെങ്കിൽ പോയിക്കോട്ടെ. സുനോ, ഈ സമന്ദർ മേ ബഹുത്ത് മച്ചിലി അയില ചാള നത്ത. നിന്നോട് 100 വർഷം പറഞ്ഞിട്ടുണ്ട് അമ്മിഞ്ഞെ പഠിക്കരുത്. നിനക്ക് വട്ടാ? ആടെ എനിക്ക് വട്ടാടെ എനിക്ക്. അതല്ല ക്യാൻവാസ് ചെയ്യാൻ വന്ന പെണ്ണിന്റെ പുറകെ പുണ്യ പ്രേമാണെന്ന് പറഞ്ഞു നടന്നത്. അവളുടെ മന്ത്രി ടാർഗറ്റ് എത്തിക്കാനുള്ള ഒരു നമ്പർ മാത്രമായിരുന്നു ഞാൻ. ഒന്നിനും കൊള്ളാത്തൊരു പൊട്ടനാക്കില്ല. ലൂസർ, ബിഗ് ലൂസായ.
ലൂക്കാച്ച, നിന്റെ അപ്പാപ്പ മരിച്ചപ്പോൾ സാധാരണ പെട്ടിയിൽ കൊണ്ടില്ല, വലിയ ഒരു പെട്ടി ഉണ്ടാക്കേണ്ടി വന്നു. കൊച്ചിക്കാര് പറയുമായിരുന്നു, ആ വലിയ ശരീരത്തിൽ വലിയൊരു മനസ്സുണ്ടെന്ന്. ആ മനസ്സ് തന്നെയാ നിനക്കും കിട്ടിയിരിക്കുന്നത്. ഒന്നിനും കൊള്ളാത്ത മണ്ടനല്ല നീ. കർത്താവ് നിന്നെ ഇത്ര വലിപ്പത്തിൽ സൃഷ്ടിച്ചത് വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പാപ്പനോട് പ്രാർത്ഥിക്ക്. ഞാൻ എടുത്തിട്ടുണ്ടടാ. അപ്പാപ്പാ, നമ്മൾ രണ്ടുപേരും കൂടെ ഈ സീറ്റിൽ കൊള്ളുന്നില്ല അല്ലേ? തടി ഒരു സീനാണ് അപ്പാപ്പ. തടി വലിയ സീനല്ലടാ. തടി ഉള്ളത് കൊണ്ടല്ലേ ആൾക്കാരെന്നെ തിരിച്ചറിഞ്ഞത്. ഞാൻ ഒറ്റയ്ക്കൊരു പാർട്ടി ഉണ്ടാക്കി മേയറായി. തടി സീനാണെങ്കിൽ ഇത് വല്ലതും നടക്കുമോ? നിന്റെ സൂപ്പർ ഹീറോസിന്റെ കാര്യം തന്നെ എടുക്ക്. സൂപ്പർമാൻ, പിന്നെ എട്ടുകാലിയിൽ ആളാരാ? സ്പൈഡർമാൻ. ആ മോന്റെ കേസായാലും വേറെ ആരായാലും എല്ലാവർക്കും പൊതുവായൊരു കാര്യമുണ്ട്: സഹായിക്കാനുള്ള മനസ്സ്, മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കാനുള്ള മനസ്സ്. അത് നിനക്കുണ്ട്. അപ്പോ നീ ആരാ? സൂപ്പർ ഹീറോ. ഭൂമിയിൽ നാം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ചിലപ്പോൾ ഒരു മനുഷ്യായുസ്സ് തികഞ്ഞെന്ന് വരില്ല. അതിനാണ് തലമുറകൾ ഉണ്ടാകുന്നത്. സമയമായി ലൂക്കാച്ച, ഞാൻ തന്നെയാണ് നീ. അപ്പാപ്പന് ചിറക്.
അന്ന് ഡിന്നർ ടേബിളിൽ വെച്ച് നൈറ്റ് റൈഡർ ചെറിയൊരു അനൗൺസ്മെന്റ് നടത്തി. ഇത്തവണ ഇലക്ഷനിൽ മേയറാവാൻ ലൂക്ക നിൽക്കും. അപ്പൊ ജോണിച്ചായനോ? രാഷ്ട്രീയത്തിന്റെ ABCD അറിഞ്ഞൂടാത്ത ഇവൻ മേയറാകാനോ? ഇതുവരെ ജയിക്കാൻ പറ്റാത്ത നീ രാഷ്ട്രീയം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഇനി എന്നോട് ചോദിച്ചിട്ട് വേണം. അതും ശരിയാണ്. ഇത് നമ്മുടെ പാർട്ടി പെർഫ്യൂമാണ്. ഇതിന് നോട്ടിന്റെ മണമാണ്. ഇത് അടിച്ചിട്ട് എവിടെ ചെന്നാലും ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് കിട്ടും. അടിച്ചോ. നമുക്കിനി ഇത് വേണ്ടപ്പാ. വേണമെങ്കിൽ വേണ്ടാന്നും വെക്കാം. ഇത്തവണത്തെ പ്രകാശ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആ ജോണിന്റെ മകനെന്നാ കേട്ടെ. ജോണിന്റെ മോനോ? ഒരു തടിയൻ ചെക്കൻ. എന്റെ വയറ് കണ്ട. വരട്ടെ, ന്യൂ ജനറേഷൻ വരട്ടെ. സഖാവേ, ചിന്നപ്പ് പൊടിക്കൂടെ ചിന്നപ്പ്. ഓക്കെ മതി. തെണ്ടിക്കോ പിരിവെടുത്തോ മോട്ടിച്ചോ എനിക്കറിയണ്ട. വൈകുന്നേരം ആകുമ്പോൾ 200 ഫ്ലെക്സ് കയറണം ടൗണിൽ. ബോട്ടം. യെസ് സഖാവേ. നീ എന്താ വിളിച്ചേ? സഖാവെന്നാ? സാറേന്ന് വിളിക്കട്ടെ. സാറേ അങ്ങനെ പറഞ്ഞു പഠിക്കണം. ഇത്തവണ നമുക്ക് കുറച്ച് പുതിയ ആൾക്കാരെ മത്സരിപ്പിക്കണം. ഞാനൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, വായിക്കാം. രാജേഷ് KR, ഗ്ലിഗേഷ് മുഹമ്മദ്, ക്രിസ്റ്റി ഡാനിയൽ, രാഘവൻ മാസ്റ്റർ, ദിനീഷ് DK, രാഖി A, ക്ലിൻറ്റൺ PJ. പ്രകാശം പരക്കട്ടെ, പ്രകാശം പരക്കട്ടെ, പ്രകാശം പരക്കട്ടെ, പ്രകാശം പരക്കട്ടെ. അഞ്ച് ബുദ്ധിജീവികളെ പ്രസംഗിക്കാൻ വിട്ടോ കേട്ടാ. ജോണേ, നിന്റെ മോൻ തടിയനാണെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. ഇവനൊരു വെള്ളപ്പന്നിയാണല്ലോടാ. മോനെ തടിയാ, ദാസങ്ങൾ പറയുന്ന കേക്ക്. പോകുന്ന വഴിക്ക് 2 ബർഗറും വാങ്ങി തിന്ന് വീഡിയോ ഗെയിമും കളിച്ച് വീട്ടിൽ സുഖമായിട്ടിരിക്കേ. നിനക്കൊന്നും പൊളിറ്റിക്സിനെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല, മനസ്സിലായോ? നീയൊക്കെ വെറും ശിശു. ഇതെന്താടാ, മേഘക്കൂട്ടത്തിൽ പെട്ടതുപോലെ? ഇനി ഇവനാണ് ആ മേഘരൂപൻ? തടിയനെ അവന്റെ ശത്രു ദാസൻ തന്നെ ഫേമസ് ആക്കി കഴിഞ്ഞിരുന്നു.
അവൻ ആദ്യം ജനങ്ങളുടെ ക്യൂരിയോസിറ്റി വളർത്തി. തടിയൻ ചെല്ലുന്നിടത്തെല്ലാം ആൾക്കാർ തടിച്ചുകൂടി. ഞാൻ ചോദിക്കുകയാണ്, ആരായിരുന്നു ഈ പ്രകാശൻ? ഈ നാട്ടിലെ തവണപ്പിടുത്തക്കാർക്ക് പെട്രോമാക്സുകൾ വിറ്റ് സകല മാക്രികളെയും വധിക്കാൻ കൂട്ടുനിന്ന് തദ്വാര ഈ നാട്ടിലെ കൊതുകുകളുടെ വളർച്ചയ്ക്ക് കൂട്ടുനിന്ന കുലങ്കുത്തിയാണ് അയാൾ. പക്ഷെ തടിയൻ ആരെയും ചീത്ത വിളിച്ചില്ല, ആരോടും വാശിയും കാണിച്ചില്ല. നമസ്കാരം. അവന്റെ രീതിയിൽ കൊച്ചിക്കാരോട് സംസാരിച്ചു. സ്കൂളിൽ പോകുന്ന വഴി കുടിവെള്ളത്തിനായി കുടങ്ങൾ നിരത്തി കാത്തിരിക്കുന്ന അമ്മച്ചിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഡെങ്കിപ്പനി വന്ന് മരിച്ചൊരു കൂട്ടുകാരൻ എനിക്കുമുണ്ടായിരുന്നു. എനിക്ക് പൊളിറ്റിക്സ് അറിയില്ല, പക്ഷേ എനിക്ക് കൊച്ചി അറിയാം. പ്രകാശപ്പാപ്പന്റെ കൊച്ചുമോൻ എന്നുള്ള നിലയിലും ലൂക്കാച്ചനെ സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ടായി. റീതാമ്മ, അത് നമ്മുടെ പ്രകാശേട്ടന്റെ കൊച്ചുമകനാണല്ലോ. ആണാ? അത് പറ. അതാണൊരു ഫെമിലിയർ. അവന്റെ ഷോളർ വിരിവ് കണ്ടാ മകളെ? മറ്റേ ദാസൻ ചെയ്യിക്കും. ഇവിടെ നിന്ന് മീൻ പിടിക്കണ തടിയൻ പയ്യനാണ്, അവനെ ജയിക്കുള്ളൂ. തടിയനോട് കളിക്കില്ലേട്ടാ. ഈ തടിയൻ തനി തങ്കമാണ് കേട്ടോ. ദാസൻ തോറ്റു തൊപ്പിയിടും. ആ തടിയനെ അങ്ങനെ ജയിപ്പിക്കും. ഞാൻ ഈ നാട്ടുകാരനല്ല കേട്ടോ. തടിയന്റെ കോൺഫിഡൻസ് ഉയർത്തിക്കൊണ്ട് സച്ചിൻ തെണ്ടുൽക്കർ 100ാം സെഞ്ചുറി അടിച്ചു. Hey!